കുനാഫെ മെഷീനിലേക്ക് മാറിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഒരു കാഴ്ചയിൽ നമ്മൾ കടക്കാൻ പോകുന്നത്. എന്ത് ഭംഗിയായിട്ടാണ് താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ ഈ മെഷീനിൽ വരുന്ന വൈപ്പറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നൂല് പോലെ വരുന്ന ഈ ഡോ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വൈപ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. F0ന്റെ കൂടെ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് മെഷീൻ വെച്ചിട്ട് കുനാഫ ചെയ്തെടുക്കുന്ന ഒരു കാഴ്ചയാണ്. എവിടെയാണെന്നല്ലേ? എറണാകുളം ജില്ലയിലെ ആലുവയ്ക്ക് അടുത്തായിട്ട് പുക്കാട്ടുപടി KMEA എഞ്ചിനീയറിംഗ് കോളേജിന്റെ തൊട്ടടുത്തായിട്ട് V1 ബേക്ക് ഹൗസ് എന്ന് പറയുന്ന ഒരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ കുനാഫ മെഷീൻ വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. 2 യുവ സംരംഭകർ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു സംരംഭമാണ് ഇത് വരുന്നത്. ഇവിടെ ഈ കുനാഫ മാത്രമല്ല ചെയ്തെടുക്കുന്നത്, ബക്ലാവ, ബസ്ബൂസ, ഡോണറ്റ്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സ്വീറ്റുകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് മെഷീൻ വെച്ചിട്ട് കുനാഫ ചെയ്യുന്നത് എന്നുള്ള കാഴ്ചകളിൽ നമ്മൾ കടക്കാൻ പോവാണ്. നേരെ വീഡിയോയിലേക്ക് പോവാം. കുനാഫയിലെ അട്രാക്റ്റീവ് പാർട്ട് ആയിട്ടുള്ള ഡോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മെഷീൻ ഉപയോഗിക്കുന്നത്. ഈ രീതിയിൽ മെഷീൻ വെച്ചിട്ട് എത്ര പേര് കേരളത്തിൽ ചെയ്യുന്നുണ്ട് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. എന്നാൽ ഇവിടെ ആലുവയിൽ 2 യുവ സംരംഭകർ ഇങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊജക്ട് മെഷീൻ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് ഈ ഒരു V1 ബേക്ക് ഹൗസിലേക്ക് വന്നിട്ടുള്ളത്. ഡോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സിങ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് കൃത്യമായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. മിക്സിങ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മിക്സിങ്ങിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ട് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇതിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്നത് മൈദ, കോൺഫ്ലോർ, അതുപോലെ തന്നെ ഓയിൽ, മിൽക്ക് പൗഡർ, ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ടാണ് ഇതിനെ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ, മിക്സിങ് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ളത്. അതായത് ഇത് ചെയ്തെടുക്കുന്നത് മെഷീൻ വെച്ചിട്ടാണ്. ഈ ഡോ മെഷീൻ വെച്ച് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ആ മെഷീനിലേക്ക് കൊടുക്കുന്ന ആ മിക്സിങ് വളരെ കറക്റ്റ് ആയിരിക്കണം. അത് വളരെ ആ സമയവും അതിലുള്ള ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം, മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇനി നേരെ ഇതിനെ മെഷീനിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇതാണ് നമ്മളിത് കാണാൻ പോകുന്ന മെഷീൻ, ഡോ ചെയ്തെടുക്കുന്ന മെഷീൻ. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്ര നേരം ചെയ്തിട്ടുള്ള ആ ഒരു മിക്സിംഗ് ഉണ്ടല്ലോ, ആ മിക്സിംഗ് ഇതിന്റെ മുകളിൽ കാണുന്ന, ഈ മെഷീന്റെ മുകളിൽ കാണുന്ന ഈ ഹോപ്പറിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതേപോലെ ഈ ഹോപ്പറിലേക്ക് ഈ ഒരു മിക്സിംഗ് ഒഴിച്ചു കൊടുക്കുക. ഇതിന് നേരെ താഴെയായിട്ട് ഒരു ഇഞ്ചക്ടർ വരുന്നുണ്ട്. ആ ഇഞ്ചക്ടർ വഴിയാണ് ഇനി പിന്നെ ഇത് പുറത്തേക്ക് വരുന്നത്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ നോക്കി, ഈ ഒരു കാഴ്ച അടിപൊളി. ഇതേപോലെ ഭംഗിയായിട്ടാണ് നൂല് പോലെ ഇത് താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ട് പ്ലേറ്റിലേക്കാണ് ഇത് വന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാണുന്നതാണ് ഹോട്ട് പ്ലേറ്റ് വരുന്നത്. അങ്ങനെ ഹോട്ട് പ്ലേറ്റിലേക്ക് നിങ്ങൾ ഈ കാണുന്ന ഒരു ലെയർ കണ്ടോ, ആ കറക്റ്റ് ഒരു ലൈനായിട്ട് തന്നെ നമ്മളത് വരച്ചെടുക്കുന്നത് പോലെയാണ് ഈ ഒരു ഹോട്ട് പ്ലേറ്റിലേക്ക് ഈ ഒരു മിക്സിങ് വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. ഈ ഹോട്ട് പ്ലേറ്റിലേക്ക് ആവശ്യമുള്ള ചൂട് കൊടുക്കുന്നതിൻ്റെ താഴെയായിട്ട് ഒരു ബർണർ വരുന്നുണ്ട്. ആ ബർണറിലേക്ക് ഗ്യാസ് കണക്ട് ചെയ്തിട്ട് തീ കൊടുത്തിട്ടാണ് ഇതിനെ ചൂടാക്കി എടുക്കുന്നത്. ഈ ബർണർ ആണെങ്കിലും ഈ മെഷീൻ ആണെങ്കിലും ഒക്കെ ഇത് പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് പ്രത്യേകമായിട്ട് ഒരു എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ വരാം. അങ്ങനെ ഇതിലേക്ക് ആ ചൂട് കൊടുത്തിട്ട് കറക്റ്റ് ചൂടായതിനു ശേഷം മാത്രമേ ഈ ഹോപ്പറിലേക്ക് മിക്സിങ് ഒഴിച്ചു കൊടുക്കാനും ഈ ഇഞ്ചക്ടർ ഓൺ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഇഞ്ചക്ടർ ഓൺ ചെയ്തിട്ട് ഇത് ഈ വരുന്ന ഭംഗി, നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ കറക്റ്റ് ലൈനായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു തവണ ഇത് കറങ്ങിയിട്ട് വരുമ്പം തന്നെ നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിലെ വൈപ്പർ വരുന്നത് കേട്ടോ. ഈ മെഷീനിലെ വൈപ്പർ എന്ന് പറഞ്ഞുള്ള ഒരു പാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണയും ഇത് കറങ്ങി വരുമ്പോൾ ഈ വൈപ്പർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വൈപ്പർ ഓരോ തവണയും ഈ ഡോന വലിച്ച് പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് പുറത്തേക്ക് വരുന്ന ഈ ഒരു ഡോ കളക്ട് ചെയ്യുന്നത് കളക്ടിങ് ട്രേയിലേക്കാണ്. നിങ്ങൾ ഈ കാണുന്ന കളക്ടിങ് ട്രേയിലേക്കാണ് ഇത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കളക്ടിങ് ട്രേയും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കറങ്ങിയിട്ട് തന്നെ ഈ ഒരു മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കളക്ടിങ് ട്രേയിലേക്കാണ് പിന്നെ ഇത് കറക്റ്റായിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഇതേപോലെ തന്നെ റൗണ്ടായിട്ടാണ് ഈ ഡോ, വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഡോ വന്നിട്ട് ഈ കളക്ടിങ് ട്രേയിലോ വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. കളക്ടിങ് ട്രേന്ന് പുറത്തേക്ക് എടുക്കുന്ന ഈ ഡോ, ഇതിന് ചെറിയൊരു ചൂടുണ്ടാവും. ഇതിനെ ഒന്ന് കൂളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു ബട്ടർ ഷീറ്റിലേക്കാണ് മാറ്റുന്നത്. ഇവിടെ നിന്ന് കൂളായതിനു ശേഷം പിന്നെ ഇതിനെ നേരെ ഫ്രീസറിലേക്ക് മാറ്റും. പല ഫ്ലേവറിലും നിലവിൽ ഇവിടെ കുനാഫ ചെയ്തെടുക്കുന്നുണ്ട്. അത് ക്രീം ഉണ്ട്, ചീസ് ഉണ്ട്, ന്യൂട്ടെല്ല ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, സ്നിക്കേഴ്സ് ഉണ്ട്. ഏത് ഫ്ലേവറാണോ നമുക്ക് ആവശ്യമുള്ളത് അത് ഈ ഒരു കമ്പനിയിൽ അവൈലബിൾ ആണ്. ഇവിടെ ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ക്രീമൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാതെ സ്വന്തമായിട്ട് ഇവിടെ തന്നെ ചെയ്തെടുത്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് ഫ്ലേവറിലാണോ കുനാഫ ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻ്റ് ആദ്യം സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ ഇതിനെ ഓവനിലേക്ക് മാറ്റും. ഓവനിലേക്ക് കൊടുത്ത് അതിനൊന്ന് ബേക്ക് ചെയ്ത് എടുത്തതിന് ശേഷം ഏത് രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ അതിൻ്റെ മുകളിൽ ആവശ്യമുണ്ടെങ്കിൽ ആ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ കൈകളിലേക്ക് ഈ കമ്പനി ഈ കുനാഫ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 യുവ സംരംഭകർ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവരുടെ ഔട്ട്ലെറ്റിൽ മാത്രം കുനാഫ ചെയ്ത് സെയിൽ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമല്ല ഇവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഡോ എവിടെ വേണമെങ്കിലും, കേരളത്തിനകത്തായിക്കോട്ടെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിയെ കോൺടാക്ട് ചെയ്യാം. അത് ചെറിയ ഓർഡർ എന്നുള്ള രീതിയിലല്ല, കുറച്ച് കൂടുതൽ ഓർഡർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഈ ഡോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിയെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക്
എത്തിച്ചേരുന്നതായിരിക്കും. അതേപോലെ തന്നെ കുനാഫയും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ കമ്പനി റെഡിയാണ്. പക്ഷേ അത് ദൂര സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ കമ്പനി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. എറണാകുളം ജില്ലയിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും, ആലുവ ഭാഗത്തായിക്കോട്ടെ, എവിടെ മറ്റുള്ള സ്ഥലങ്ങളായിക്കോട്ടെ, എറണാകുളം ജില്ലയിൽ എവിടെ വേണമെങ്കിലും കുനാഫ തന്നെ, അത് നിങ്ങൾക്ക് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും കമ്പനി ചെയ്തിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ പല രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നതാണ്. കുനാഫ അല്ലെങ്കിൽ ബക്ലാവ, ബസ്ബൂസ ഇങ്ങനെയുള്ള വെറൈറ്റി സ്വീറ്റ്സ് ചെയ്തിട്ട് നമ്മുടെ കൈകളിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായിട്ട് കമ്പനി പറയുന്നത് തന്നെയാണ് കാറ്ററിംഗ് സർവീസ്, കാറ്ററിംഗ് ചെയ്യുന്ന, അതുപോലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ, ഈ സ്വീറ്റ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിയെ കോൺടാക്ട് ചെയ്യാം. ലൈവായിട്ടും കമ്പനി ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വെറൈറ്റി സ്വീറ്റ്സ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യമാണ് കമ്പനി മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മെഷീൻ ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത് പറവൂർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ്. എറണാകുളത്ത് നോർത്ത് പറവൂരാണ് ഈ ഒരു കമ്പനിയും ഇവരുടെ ഓഫീസൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് മെഷീൻസ് ആവശ്യമുണ്ടെങ്കിൽ, അത് ചെറുതോ വലുതോ പഴയതോ പുതിയതോ ഏത് ടൈപ്പ് മെഷീൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇവർ ചെയ്തെടുക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആശയം, പുതുതായിട്ട് ഒരു മെഷീനെ കുറിച്ചുള്ള ഒരു ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു ആശയം ഇവരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു മെഷീൻ ചെയ്തു തരാനും ഈ ഒരു കമ്പനി റെഡിയാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് പല രീതിയിലുള്ള മെഷീൻസും നിലവിൽ ഇപ്പോൾ കമ്പനി ചെയ്തിട്ട് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയും പല രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ, പല രീതിയിലുള്ള മെഷീൻസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പറവൂർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്. വീവന്റെ തൊട്ടടുത്തായിട്ട് KMEA കോളേജ് ഉണ്ട്. ആ കോളേജിലെ സ്റ്റുഡൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ, ഹലോ, ഒരു കാര്യം ചോദിച്ചോട്ടെ, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ ഒരു സ്വീറ്റ്സ് ഒക്കെ? സൂപ്പറാണ്. ഓക്കെ, നിങ്ങൾ എങ്ങനെ ഇപ്പം തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ അല്ലേ? എത്ര പ്രാവശ്യം ഇവിടെ വന്നു? നിലവിൽ 2 തവണയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, കോളേജിലൊക്കെ എല്ലാവരും അറിഞ്ഞോ ഇങ്ങനൊരു? അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, പേരെങ്ങനെയായിരുന്നു? നകുൽ, സ്വരൻ, ഓക്കെ, യദു, സുഹൈൽ. നിങ്ങളൊക്കെ ഇവിടെ തന്നെയാണോ? ഇവിടെയുള്ള ചുറ്റുവട്ടത്തിൽ തന്നെയാണ് വീട് വരുന്നത്. ഓക്കെ, എന്തായാലും സന്തോഷമുണ്ട്. നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. V1 ബേക്കേഴ്സിന്റെ മാനേജിംഗ് പാർട്ട്നേഴ്സിൽ ഒരാളായിട്ടുള്ള സലാഹുദ്ദീൻ ഭായിയുടെ മുന്നിലാണ് ഞാനുള്ളത്. നമസ്കാരമുണ്ട്. നമസ്കാരം. ഓക്കെ, ഈ ഒരു പ്രോജക്ട് കേരളത്തിൽ കൂടുതലാരും അങ്ങനെ ചെയ്യാത്തൊരു പ്രോജക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പ്രോജക്റ്റിലേക്ക്, ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് വരാൻ കാരണം എന്താ? കാരണം ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് ആണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തത് ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ്. അതിനുശേഷം ഇന്റർനാഷണൽ ഗ്രൂപ്പായ ലുലുവിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പുറത്തേക്ക് പോയി വന്നതിന് ശേഷം നമ്മുടെ ഒരു പാർട്ട്ണറായ റമീസ് റോഷൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, നമ്മുടെ കൂട്ടുകാരനാണ്, മൂപ്പര് ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇതൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് ആക്കിക്കൂടാ എന്നുള്ളൊരു ചിന്ത വന്ന്, അങ്ങനെയാണ് ഞങ്ങൾ ഈ V1 ബേക്ക് ഹൗസിനെ കുറിച്ച് ചിന്തിച്ചത്. അപ്പോൾ ഈ V1 ബേക്ക് ഹൗസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് സാധനം കൊണ്ടുവരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ കൂടുതലായിട്ട് അവൈലബിൾ അല്ലാത്ത ഒരു സാധനം കൊണ്ടുവരാം. അങ്ങനെയാണ് ഞങ്ങൾ കുനാഫേനെ കുറിച്ച് ചിന്തിച്ചത്. നമ്മുടെ ഗൾഫ് മേഖലകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സ്വീറ്റാണ് കുനാഫ. അതുപോലെ തന്നെ നമ്മളിവിടെ കുനാഫ, ബക്ലാവ, ബസ്ബൂസ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പം നമ്മൾ അതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പം നമ്മൾ V1 ബേക്ക് ഹൗസ് എന്നുള്ള രീതിയിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വരാനുള്ളത്. ഓക്കെ, ഇത് എവിടെയൊക്കെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്? ഇപ്പം നിലവിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ ഇത് ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്, ഇതിൻ്റെ മാവ്, ആ സാധനം വരുന്നത് 1 ഇയർ എക്സ്പയർ വരുന്നുണ്ട്. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 1 ഇയർ എക്സ്പയർ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് കേരളത്തിൻ്റെ പുറത്തും നമുക്കിത് സപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ കുനാഫ ആണെങ്കിൽ നമുക്ക് ഈ എറണാകുളം ജില്ല ഫുള്ളായിട്ട് നമുക്ക് പിടിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് കാറ്ററിംഗ് സർവീസും, നമ്മൾ മെയിനായിട്ട് ഹോൾസെയിലുമാണ് നമ്മുടെ അടുത്ത് വരുന്നത്. നമുക്കൊരു സെല്ലിംഗ് പോയിന്റ് ആയിട്ട് വരുന്നത് പുക്കാട്ടുപടിയിൽ KMEA കോളേജിന്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ഒരു ഔട്ട്ലെറ്റ് ഉള്ളത്. ഓക്കെ, ഇത് ചെയ്തെടുക്കുന്ന രീതി നമ്മൾ ഹൈജീനിക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഹൈജീനിക് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ സ്റ്റാഫുകളായാലും എല്ലാവരായാലും ക്യാപ്പും ഗ്ലൗസും മാസ്ക് എല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ സാധനമൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഹൈജീനിക് പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരിക്കലും കെമിക്കൽ എന്ന് പറയുന്ന സാധനം ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ പ്യൂർ ആയിട്ടുള്ള ഗീ ഒക്കെ തന്നെയാണ് നമ്മൾ ഫാമിൽ നിന്ന് ശേഖരിച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എത്രയാണ് V1 ബേക്കേഴ്സിന്റെ വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് ഡോർ മെഷീൻ വെച്ച് ചെയ്തെടുക്കുന്ന രീതി? കേരളത്തിൽ തന്നെ വളരെ അപൂർവം തന്നെ പറയേണ്ടി വരും. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡോ ഒക്കെ കേരളത്തിൽ മാത്രമല്ല കേട്ടോ, കേരളത്തിന് വെളിയിലും ഡോ എത്തിക്കാൻ റെഡിയാണ് V1. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. പ്രൈസ് റേഞ്ചും എവിടത്തേക്കാളും പ്രൈസ് നല്ല രീതിയിൽ തന്നെ ഏത് സാധാരണക്കാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന കുനാഫ മാത്രമല്ല പല രീതിയിലുള്ള സ്വീറ്റ്സും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്പറിലേക്ക്. ഓക്കെ, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.